എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ഡേ ആണ്. എല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങൾ ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്. കാരണം ഇവിടെ ഒരു പ്രോഗ്രാം അതിനെ അനുബന്ധിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇത് KPC ആണ് സംഘടിപ്പിക്കുന്ന. എല്ലാ ഡോക്ടേഴ്സിനും നമസ്കാരം. KPCയുടെ സംസ്ഥാനതല ക്യാമ്പും ഉദ്ഘാടനവും നടക്കുന്ന തിരുവല്ല ശാന്തി നിലയം. ഇവിടാണ് നമ്മുടെ ക്യാമ്പ് നടക്കുന്നത്. നമ്മുടെ ബാനർ ലോക ഫിസിയോതെറാപ്പി ദിനം നമ്മുടെ നടക്കുന്ന ഹോള് ഇത് തിരുവല്ല ശാന്തി നിലയം. രാവിലെ കയറി വരുന്ന നമ്മളിവിടെ സ്നാക്സ് കൗണ്ടറുണ്ട്. പേഷ്യൻസിന് വേണ്ടിയുള്ള സ്നാക്സും ജ്യൂസും ചായയും. ഇത് പാർക്കിംഗ് ഏരിയ. ഇത് നമ്മുടെ ഹോള്, നമ്മുടെ പരിപാടി നടക്കുന്ന ഹോള്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ബാനർ. അവിടെയാണ് നമ്മുടെ പാർക്കിംഗ് സ്പേസ്. ഇങ്ങോട്ട് കയറുന്നതാണ് ഹോള്. ഇങ്ങോട്ട് കയറി വരണം. ഇവിടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ സ്റ്റോളാണ് കൈനസിസ്. ഇതിൻ്റെ അകത്ത് തെറാബാൻഡും നമ്മുടെ കൈനസോ ടേപ്പും. ഇവിടാണ് നമ്മുടെ പേഷ്യൻ്റ് ട്രീറ്റിംഗ് ഏരിയ. 6 ക്യൂബിക്കുകളുണ്ട്. ഇത് കൺസൾട്ടൻറ്റും പേഷ്യൻറ്റും ഇരിക്കുന്ന ഓരോ ടേബിളുകളാണ്. 1 2 3 4 5 6. ഇങ്ങോട്ടാണ് നമ്മുടെ ഹോള്. ഓഡിറ്റോറിയം എന്ന് എഴുതിയിരിക്കുന്നത്. ഇങ്ങോട്ടാണ് കയറി വരുമ്പോൾ തന്നെ കുറേ കസാറയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് കസാറ, ഇവിടെ കസാറ. ഇതാണ് സ്റ്റേജ്. കണ്ടു ഗൈസ്. KPC എല്ലാം എഴുതി വെച്ചേക്കുന്നതാണ്. എല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറേ വെക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത് കണ്ടോ, ഓരോ മെഷീൻസാണ്. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ഗൈസ്. കാണിച്ചു തരാം. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഗൈസ്. അതിൻ്റെ പോയാൽ അടുത്ത മെഷീന് എന്തൊക്കെയോ ബെഡിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഇതാണ്. എന്തൊക്കെയോ അവിടെ എന്തൊക്കെയോ സെറ്റ് ചെയ്യുന്നു. പിന്നെ ഇവിടെ എന്തൊക്കെയോ വരുന്നു. എല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിനെപ്പറ്റി എല്ലാം നമ്മുടെ അരിയങ്ങൾ നമ്മളവിടെ വ്യക്തമാക്കി പറയും. HMS എന്ന് പറഞ്ഞ ഫിസിയോതെറാപ്പിയുടെ പ്രീമിയം പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. മദ്രാസ് ബേസ്ഡ് കമ്പനിയാണ്. നമ്മുടെ എല്ലാവരും ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്രോഡക്റ്റുകളാണ്. ഫിസിയോതെറാപ്പിസ്റ്റുകളെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഞങ്ങളെ സ്റ്റാളിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളെ സന്തോഷം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ എന്താണെന്നൊരു പിടിയില്ല. അപ്പോൾ ഗൈസ് ഇവിടെയാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഡൈനിങ് ലഞ്ച് സെക്ഷൻ. കണ്ടോ ഗൈസ്? ഇതുണ്ടോ ഗൈസ്? ഇവിടെ ഫുള്ള് ടേബിളാണ്. അതെ, ഇവിടെ ഒന്നാണ് നമ്മുടെ ഒരു ബുഫേ പോലെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ കണ്ടോ കുറേ ഗോൾഡൻ പാത്രം വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ. മരം കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതുവഴി ഇങ്ങനെ ഇറങ്ങി വരും. ഇവിടെ സ്റ്റെപ്പും ഉണ്ട്. കണ്ടോ? ഇവിടെ കാർ പാർക്കിംഗ്. നമ്മളിത് ഇങ്ങനെ ഇറങ്ങി വരുന്നു. കുറേ കാറുകളുണ്ട് ഗൈസ്. ഇവിടെ കുറേ കാറുകൾ. ഇവിടെയാണ് ഗൈസ് പ്രോഗ്രാം നടക്കുന്നത്. എന്തൊക്കെയോ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ രജിസ്ട്രേഷനൊക്കെ തകർത്തിയായി നടക്കുന്നു. ഇവിടെ പുതിയ ഞാൻ ഈ ബോർഡ് കാണിച്ചില്ലായിരുന്നു. നിങ്ങൾ വായിക്കാമോ? വായിച്ചു. നമ്മളിതേ ഡോറ് തുറന്ന് കയറാൻ പോകുന്നു. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു. ഇവിടെ പ്രൊജക്ടറിൽ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ AC ഒക്കെ ഓണാണ്. നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. ഇവിടെ ഇപ്പോൾ വരുമ്പം ഇച്ചിരി പാട്ടൊക്കെ വരും. മുമ്പേ ഉണ്ട പോലെ പാട്ടൊക്കെ വരും. ഫുഡ് കോർട്ടൊക്കെ തുറന്നിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ ഉരുന്നോടയും സമൂസയും ജിലേബിയും ഒക്കെ കിട്ടി ഗൈസ്. ഗൈസ് നമ്മുടെ പ്രൊജക്ടറൊക്കെ വന്നു. പ്രൊജക്ടറൊക്കെ ഫിറ്റ് ചെയ്തു. ഇവിടെ സിസ്റ്റമൊക്കെ ഇവിടെ നിന്നാണ് പ്രസംഗിക്കുക. മൈക്ക് അവിടെ മൊമെൻ്റോ അങ്ങനെയുള്ളത് AC എല്ലാം ഇവിടെ ഉണ്ട്. നല്ല സാർ വന്നിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ.
ഗൈസ് നമ്മുടെ MLA സാറ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ MLA സാർ വന്നിറങ്ങിയ കാർ. സെപ്റ്റംബർ 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പി കോർഡിനേഷന്റെ ആഭിമുഖ്യത്തിലെ സംസ്ഥാനതല ഉദ്ഘാടനവും ഫിസിയോതെറാപ്പി ക്യാമ്പും ഇന്നിവിടെ നടക്കുകയാണ്. അതിലേക്ക് നമുക്ക് കടക്കുന്നതിനായി ആദ്യമായി ഈശ്വര പ്രാർത്ഥന, മൗന പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരു നിമിഷം എഴുതി കൊടുക്കാം. അധ്യക്ഷനായി ഡോക്ടർ ശ്രീജിത്ത് PS സ്റ്റേറ്റ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി ഡോക്ടർ ദീപു S ചന്ദ്രൻ സ്റ്റേറ്റ് അക്കാദമിക് കമ്മിറ്റി ചെയർമാനെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ലോക ഫിസിയോതെറാപ്പി ദിനമാണ്. ഇന്ന് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് NCAHP ആക്ട് 2021 എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ ഫിസിയോതെറാപ്പിസ്റ്റുകൾ സ്വതന്ത്ര പ്രൊഫഷണലുകളായി അവരെ ഡിഫൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നൊരു നിയമമുണ്ട്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവ്മെന്റ് സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് ലോകം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഏറ്റവും ഞാൻ കൊണ്ടുവരികയാണ്. ഇന്ന് കേരളത്തിൽ NCAHP ആക്ടുമായി ബന്ധപ്പെട്ട കൗൺസിൽ വന്നിട്ടുണ്ടെങ്കിലും ആ കൗൺസിൽ കൂടുതൽ ഫലപ്രദമായി ആ നിയമ സംവിധാനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിൽ ഉണ്ടാവേണ്ട UG ബോർഡ്, PG ബോർഡ് തുടങ്ങിയ എത്തിക്കൽ കമ്മിറ്റി ബോർഡ് അടക്കം പ്രവർത്തന ശ്രമമായിക്കൊണ്ട് ആ നിയമ സംവിധാനം കേരളത്തിലേക്ക് ഇനിയും വന്നു ചേർന്നിട്ടില്ല. ഒരു കൗൺസിൽ ഉണ്ട്, ഒരു ഓഫീസ് ഉണ്ട് എന്നതിലുപരി അത് ഫിസിയോതെറാപ്പിയുടെ നിയമങ്ങളെ കൃത്യമായി സജ്ജമാക്കിക്കൊണ്ട് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് സ്വതന്ത്ര ചികിത്സ സന്ദേശം ജനങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് KPC എന്ന് പറയുന്ന കേരളത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സ്വതന്ത്ര സംഘടന വളരെ കൃത്യമായ ദിശാബോധത്തോടു കൂടി മുമ്പോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിൽ സംഘടനാപരമായി ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള കാര്യം, കേരളത്തിലെ ആരോഗ്യ വകുപ്പിലും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലും കേരളത്തിലുടനീളമുള്ള സർക്കാർ ആശുപത്രികളിൽ ഇന്ന് ആകെയുള്ള പോസ്റ്റുകളുടെ എണ്ണം 50 മാത്രമാണ്. ഒരു പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണലുകളുടെ ഏറ്റവും മൈനോറിറ്റി ആയിരിക്കും ഫിസിയോതെറാപ്പിസ്റ്റുകൾ എന്നുള്ളത് എടുത്തു പറയണം. സാധാരണക്കാരായ ജനങ്ങളിലേക്ക്, ഞാനൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഫിസിയോതെറാപ്പി സംവിധാനത്തെ ഏറ്റവും ഫലപ്രദമായി എത്തിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് സർക്കാർ ആശുപത്രികളിലൂടെയാണ്. അപ്പോൾ കേരളത്തിൽ ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്നത് വളരെ പ്രഗത്ഭനായ, ജനകീയനായ, രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ ദീർഘ കാഴ്ചപ്പാടുകളുള്ള ഒരു മികച്ച മന്ത്രി, എല്ലാ തലത്തിലും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ള ഉദാത്ത മാതൃകയായിട്ടുള്ള അഡ്വക്കേറ്റ് മാത്യു ജോയ് തോമസ് അവர்களാണ്. മലപ്പുറത്തുകാരനാണെങ്കിലും എനിക്ക് തിരുവല്ലയോട് വലിയൊരു ബന്ധമുണ്ട്. എന്റെ അച്ഛന്റെ തറവാട് തിരുവല്ലയിലാണ്. അഴിയടത്തുചിറ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള സ്വാമിപാലം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ അച്ഛന്റെ വീട്. അവിടെയുള്ള ഓരോ ചെറിയ വിഷയങ്ങളിലും ഞാൻ നാട്ടിലിടയ്ക്ക് വരുന്ന സമയത്ത് കൃത്യമായി എത്തുന്ന ഒരു MLA വളരെ ആദരവോടുകൂടി നോക്കി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ശാസ്ത്രീയ ചികിത്സാ ശാഖയെ അതിന് അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ കൃത്യമായി സ്ഥാപിക്കുന്നതിന് നമ്മുടെ ആദരണീയനായ MLAയുടെ എല്ലാ പിന്തുണയും ഉണ്ടാവണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ലോക ഫിസിയോതെറാപ്പി ദിനത്തിന്റെ ക്യാമ്പിന്റെയും അതോടൊപ്പം നടക്കുന്ന എല്ലാ പരിപാടികളുടെയും ഔപചാരിക ഉദ്ഘാടകനായിട്ടുള്ള അഡ്വക്കേറ്റ് മാത്യു T. തോമസ് അവരെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ പ്രഗത്ഭമതിയായിട്ടുള്ള ശ്രീ അനു ജോർജ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ്. മാഡം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഉടനെ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിക്കും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. മാഡത്തിന്റെ അഭാവത്തിൽ ശ്രീ അനു ജോർജ് മാഡത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീമതി ബിന്ദു റെജി കുരുവിള മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. മാഡത്തെ വളരെ സ്നേഹപുരസ്സരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും.
AAPC എന്ന് പറയുന്ന സംഘടനയുടെ അനിഷേധ്യനായ നേതാവ് AAPCയുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ലെനിൻ രാമചന്ദ്രൻ അവരെ വളരെ സ്നേഹപുരസ്സരം ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AAPC എന്ന് പറയുന്ന സംഘടനയെ അതിന്റെ നിയമപരമായ ഫൈറ്റുകളിലൂടെ ഈ ദേശീയ തലത്തിൽ വരെ AAPC എന്ന് പറയുന്ന സംഘടനയ്ക്ക് അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുന്ന നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് മുന്നിലിരിക്കുന്ന ഡോക്ടർ R. ഗോപകുമാറാണ്. അദ്ദേഹത്തെ സ്നേഹപുരസ്സരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഡോക്ടർ രഞ്ജിത്ത് ചന്ദ്രശേഖരൻ സാർ, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ അഭിലാഷ് ശ്യാം സാർ, നമ്മുടെ സംഘടനയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ പ്രശാന്ത് നമ്പ്യ, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹമീദ് റിയാസുദ്ദീൻ, നമ്മുടെ പ്രമുഖനായ അക്കാഡമീഷ്യൻ ആയിട്ടുള്ള ഡോക്ടർ സുഹാസ്, AAPCയുടെ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ശരത് VS, അതേപോലെ തന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഡോക്ടർ അജയ് തുടങ്ങിയ എല്ലാ സംസ്ഥാന നേതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ പരിപാടിയെ ഏറ്റവും മനോഹരമായി ഒന്നാക്കാൻ വേണ്ടി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന പ്രൊഫഷനെ ഏറ്റവും മാതൃകാപരമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫിസിയോതെറാപ്പി എന്താണെന്ന് എല്ലാ ആളുകൾക്കും കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും മാതൃകാപരമായി ഫിസിയോതെറാപ്പി പ്രാക്ടീസ് ചെയ്യുന്ന AAPCയുടെ ആദരണീയരായ എല്ലാ മെമ്പർമാരെയും ഈ പരിപാടിയിലേക്ക് സഹൃദയം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി ഉദ്ഘാടന പ്രസംഗത്തിനുമായി ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കേരള അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്ത് VS, സ്വാഗതം ആശംസിച്ച ഡോക്ടർ ദിവസ് ചന്ദ്രൻ, കൗൺസിലർ ശ്രീമതി ബിന്ദു റജിക്കുറുള്ള, വേദിയിലും സദസ്സിലുമായുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഗവർണർ പങ്കെടുക്കുന്ന മറ്റൊരു ചടങ്ങിൽ 12 മണിക്ക് പരിമലയിൽ എത്തിച്ചേരണം എന്നുള്ളതുകൊണ്ട് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെ മുഖത്ത് സന്തോഷമാണ്. നീട്ടി പ്രസംഗിക്കുക എന്നെല്ലാവർക്കും മനസ്സിലായിട്ട് ഞാൻ പരിപാടി വിളിച്ചപ്പോൾ തന്നെ ഒരു അസൗകര്യം അറിയിച്ച് 11 മണിക്ക് വന്നാൽ 11:15 പോകാം എന്നുള്ള ധാരണയിലാണ് എത്തിയത്. ലോക ഫിസിയോതെറാപ്പി ഡേയുമായി ബന്ധപ്പെട്ട് തിരുവല്ലയിൽ വെച്ചാണ് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഈ പരിപാടി നടത്തുമെന്ന് അറിയുമ്പോൾ വിവിധ മേഖലയിലുള്ളവർ എൻ്റെ തിരുവല്ലയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തെ സംബന്ധിച്ച് ഞാൻ വളരെ അഭിമാനം കൊള്ളുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. സാങ്കേതിക വശങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശാസ്ത്രീയ വശങ്ങളെ സംബന്ധിച്ച് പറയാൻ ഞാൻ ശക്തനല്ല എന്ന ഒരു കുറ്റസമ്മതത്തോടെ വേണം ചില ചെറിയ ചിന്തകൾ, ലെയ്മെൻസ് തോട്ട്സ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എനിക്ക് അടുത്ത സമയത്തുണ്ടായ ഒരു അനുഭവം, എൻ്റെ ഒരു സഹപ്രവർത്തക എന്ന് പറഞ്ഞാൽ ദീർഘനാളുകൾ പഞ്ചായത്ത് മെമ്പറായി 10-30 കൊല്ലത്തോളം തുടർച്ചയായി ക്യാൻസർ ബാധിതയായി എറണാകുളത്തൊരു ആശുപത്രിയിൽ നിന്നുകൊണ്ട് എന്നെ വിളിക്കുന്നു. ചികിത്സാ കാര്യങ്ങളൊക്കെ ഞാൻ ബന്ധപ്പെട്ടിരിക്കുക കുടുംബത്തോടൊപ്പമുള്ള ഒരു വ്യക്തി കൂടെയാണ്. അവർക്ക് ഞാൻ വിളിക്കുന്ന സമയത്ത് മുമ്പ് ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ക്യാൻസർ അവരുടെ അസ്ഥിയിലും ലങ്സിലും ലിവറിലും ബ്രെയിനിലും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാണ് ഡോക്ടർമാർ എനിക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി മുഖേന വിളിച്ചപ്പോഴും അല്ലാതെ ഒക്കെ വിവരം തന്നിരുന്നു. പക്ഷെ രോഗി എന്നെ വിളിച്ച് പറയുകയാണ്, ഈ നാട്ടിൽ വരണം. ഞാൻ എന്താ വരണം, അവിടെ എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയത്. ഒരുപക്ഷെ രോഗത്തിന്റെ ഗുരുതരാവസ്ഥ അറിയാനിട്ടായിരിക്കാം. പക്ഷേ ആ ഒരു അവസ്ഥയിലും ഫിസിയോതെറാപ്പിയിലുള്ള വിശ്വാസം
ക്രമീകരിച്ചൊക്കെ കൊടുത്തു. കുറച്ചാൾ അതുമായിട്ട് വൈകാത്ത സമയത്ത് 1 മാസം മുമ്പ് അവര് കാര്യങ്ങളിലേക്കുള്ളിൽ മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഞങ്ങളൊക്കെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മരണമാണെങ്കിലും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ ഗുരുതരമായ രോഗത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ടും ഫിസിയോതെറാപ്പിയിൽ ഒരു അമിതമായ വിശ്വാസം. അപ്പോ എറണാകുളത്ത് ചികിത്സിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഭർത്താവ് എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, നടക്കാൻ ബുദ്ധിമുട്ടാണ്, ഇറങ്ങി ഓടിയാൽ മതി, നടക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ, ഓടാം എന്നൊക്കെ പറഞ്ഞാൽ ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് പറയുന്നത് കിടക്കയിൽ കിടന്നിട്ട് എഴുന്നേറ്റ് വീണ്ടും സജീവമാക്കണം എന്നുള്ള ആഗ്രഹം. എത്രമാത്രം പൊതുസമൂഹം ഫിസിയോതെറാപ്പി വിശ്വാസത്തിലെടുത്തിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഉദാഹരണം നിങ്ങളോട് പങ്കുവച്ചത്. ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ശാസ്ത്രീയ വശങ്ങളെ സംബന്ധിച്ച് പറയാൻ എനിക്കറിയില്ല. ഇപ്പോ പുതിയ നിയമം 2024 നടപ്പിലായതിനു ശേഷം ഏത് പ്രകാരം കേരളത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയും തുടങ്ങിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇടപെടാൻ ഞാൻ പരമാവധി പരിശ്രമിക്കുന്നതാണെന്ന് മാത്രമേ ഇക്കാലത്തിൽ അറിയിക്കാം. നമ്മുടെ മഹാമാരിയുടെ കാലഘട്ടത്തിൽ കോവിഡിന് ശേഷം പല ആളുകൾക്കും പഴയ രൂപത്തിലുള്ള മൊബിലിറ്റി ഇല്ല എന്നത് ഞാൻ അറിയും. സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധിമുട്ട് എന്നതിനപ്പുറത്തേക്ക് തന്നെ മറ്റു പല പാർശ്വഫലങ്ങളും കോവിഡ് വന്നവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ചികിത്സാ സമ്പ്രദായം എന്നതാണ് ഫിസിയോതെറാപ്പിയിൽ ഏറ്റവും പ്രധാനവും പ്രാഥമികവുമായ ഒരു ഘടകം എന്നതാണ് ചൂണ്ടിക്കാണെങ്കിൽ ഞാൻ ശ്രമിക്കുന്നത്. വേദനകളിൽ നിന്ന് ഒരു വിമുക്തി നേടാനും അതുപോലെ ചില ക്രോണിക് ഡിസീസുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കാനും വളരെയധികം പ്രയോജനം മറ്റൊരു രൂപത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉത്ഭവിപ്പിക്കാതെ സ്വീകരിക്കുവാനും കഴിയുന്ന ഒരു ചികിത്സാ മേഖല എന്ന നിലയിൽ കൂടുതൽ പ്രചാരം ഈ മേഖലയ്ക്ക് നേടിയെടുക്കുന്നതായിട്ടുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള ഒരാശയം. കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഒരു വീഡിയോ, ഒരു ക്രൈസ്തവ പുരോഹിതൻ ഒരാളെ കുറച്ച് ഏറെ ദിവസങ്ങളായി കിടക്കുന്ന 2-3 ആളുകളെ പെട്ടെന്ന് എഴുന്നേൽപ്പിച്ച് ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നു. എനിക്ക് ഒരു വിമർശന ബുദ്ധിയെ നോക്കിയിട്ട് ഒട്ടും ശാസ്ത്രീയമല്ലാത്ത രൂപത്തിൽ അത് കൈകാര്യം ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് അതിലൂടെ പറയാം. അതുകൊണ്ട് ഈ മേഖലയിൽ വൈദഗ്ധ്യമില്ലാത്ത ആളുകൾ കടന്നു വന്ന് തീർത്തും ശാസ്ത്രീയമല്ലാത്ത തരത്തിലുള്ള ചികിത്സാ രീതികളിലേക്ക് രോഗികളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ വലിച്ചെടിക്കുന്നത് അപകടകരമാണ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. തീർത്തും വ്യവസ്ഥാപിതമായ സയന്റിഫിക്കായ മാർഗം നിലനിൽക്കുമ്പോൾ അപകടകരമായ പ്രചരണങ്ങളിൽ കുടുങ്ങി അത്തരം ചികിത്സാ രീതികളിലേക്ക് ആളുകൾ വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത പൊതുസമൂഹം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അപ്പൊ അത്തരം അപകടങ്ങൾ ജനങ്ങൾക്കുണ്ടാകാതിരിക്കണമെങ്കിൽ ഫിസിയോതെറാപ്പിയുടെ ശാസ്ത്രീയ വശങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന, അവർക്ക് കൂടുതൽ അതിനെ സംബന്ധിച്ച് ഉൾക്കാഴ്ച ലഭിക്കുന്ന രൂപത്തിലുള്ള പ്രചരണ പരിപാടികൾ ആവശ്യമാണ്. നല്ല രൂപത്തിൽ ഈ മേഖല വളർന്നു വരുവാൻ നിരവധിയായ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ ഒരു ചെറിയ ചികിത്സാ ക്യാമ്പ് കൂടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സിസ്റ്റേഴ്സ് അടക്കം പല ആളുകൾ ക്യാമ്പിൽ പങ്കെടുക്കാൻ കൂടിയാണ് വന്നിരിക്കുന്നത്. പ്രസംഗം കൊണ്ട് രോഗം മാറില്ല, പ്രസംഗത്തിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരണം എന്നുള്ളത് കൊണ്ടുകൂടി വ്യക്തമായ സംഭാഷണത്തിൽ മുതിരുന്നില്ല. ഈ പരിപാടിയിലെ എല്ലാ ആശംസകളും നേരുന്നു.
ഗവൺമെന്റ് തലത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പുതിയ പബ്ലിക് ഹെൽത്ത് ആക്ട് ഇതുമായി ബന്ധപ്പെട്ട ചില വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. കേരളം കഴിഞ്ഞ വർഷം പാസാക്കിയ പൊതുജനാരോഗ്യ നിയമത്തിൽ ഫിസിയോതെറാപ്പിക്കും വേണ്ട പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഞാൻ അതിലെ സെലക്ടീവ് നിയമമെന്നതുകൊണ്ട് ആ ഘട്ടങ്ങളിൽ നമ്മുടെ ജില്ലക്കാരി തന്നെയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി. നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അറിവിലേക്ക് അയച്ചു തന്നാൽ അത്തരത്തിൽ നിങ്ങളെ സഹായിക്കാവുന്ന ഈ ശാഖയെ സഹായിക്കാവുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമാകുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ കൂടി ഉൾപ്പെടാം എന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഈ പരിപാടികളുടെ ഔപചാരികമായ CMDRFിലേക്ക് KPC നൽകുന്ന 1 ലക്ഷം രൂപയുടെ ചെക്ക് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത്തും സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ലെനിൻ എന്നിവർ ചേർന്ന് MLAക്ക് കൈമാറുന്നു. KPC സ്റ്റേറ്റ് അക്കാദമിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ദീപു എസ് ചന്ദ്രൻ എഴുതി ഫിസിയോതെറാപ്പി എന്ന പുസ്തകം ബഹുമാന്യനായ MLAക്ക് കൈമാറുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. KPC സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ശ്രീജിത്ത്, പത്തനംതിട്ട ജില്ലയെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ടോം എന്നിവർ ബുക്ക് കൈമാറുന്നതിനായി ക്ഷണിക്കുന്നു. സംഘം കേട്ടപ്പോൾ മനസ്സിലായി ഞാൻ കൂടുതൽ പഠിക്കേണ്ട ആളാണ്. പറഞ്ഞാൽ ഒരു 2 മിനിറ്റിലേക്ക് കേട്ടോ.